ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രബോസിൻ്റെ ഭാര്യ ജ്യോതിർമയി നേരെ ലേഡീസ് ക്ലബിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നിധി ഈ വേസ്റ്റുമായിട്ട് അവിടേക്ക് ചെല്ലുന്നത്. നിധി ജ്യോതിർമയുമായി സംസാരിച്ച ശേഷം ഈ വേസ്റ്റ് ഞാൻ എന്താണ് കാണിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ജ്യോതിർമയി പറയുകയാണ്, നീ ഇത് കൊണ്ടുപോയി പൂജയ്ക്ക് വെച്ചേക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ആ പറയുന്ന വാക്ക് കേട്ട് കൂടെ നിൽക്കുന്ന എല്ലാ സ്ത്രീകളും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ നിധി പറയുകയാണ്, ഇത് പൂജയ്ക്ക് വെക്കുകയോ ക്ലബിൽ വെക്കുകയോ നിങ്ങളുടെ വില കൂടിയ കാറിൽ വെക്കുകയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്തോ എന്നും പറഞ്ഞ് കയ്യിലുള്ള വേസ്റ്റ് നിധി ജ്യോതിർമയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നേരെ താഴേക്ക് ഇടുകയാണ്. എന്നിട്ട് ജ്യോതിർമയി പറയുകയാണ്, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ, എൻ്റെ കയ്യിൽ വേസ്റ്റ് വെച്ച് തരാൻ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയുമോ എന്നും പറഞ്ഞ് നിധിയുടെ കരണം നോക്കി പൊട്ടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നിധി ജ്യോതിർമയുടെ കൈയങ്ങ് തടയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ചെയ്ത തെറ്റിന് എന്നെ അടിക്കാൻ നോക്കുന്നോ? നീ പണത്തിൻ്റെ അഹങ്കാരമാണോ കാണിക്കുന്നത്? നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചേക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ജ്യോതിർമയി പറയും, നീ ആരാടി? നീ ഞങ്ങളെ പോലെ പണക്കാരിയാണോ, അതോ നീ വലിയ പദവിയിലിരിക്കുന്നവളാണോ? അല്ലല്ലോ. വേസ്റ്റിൻ്റെ പേരിൽ തല്ലുകൂടാൻ വേണ്ടി നടക്കുന്ന നീ ഒരു പിച്ചക്കാരി തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് വന്ന് റൗഡിയെ പോലെ പെരുമാറുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കട്ടെ. അപ്പം നിധി പറയുന്നുണ്ട്, മര്യാദക്ക് സംസാരിക്കണം. എനിക്ക് എന്ത് മര്യാദയാടി ഉള്ളത്? ഇത്രയും നല്ല സ്ഥലത്തേക്ക് വന്ന് ഇവിടെ വന്ന് ബഹളം വെക്കുന്ന നീ എന്ത് മര്യാദയുള്ളവളാണ്? ഇവിടെ വന്ന് ഇത്രയും പ്രശ്നമുണ്ടാക്കിയ നീ എന്തായാലും നല്ല ഒരു ക്യാരക്ടറിന് ഉടമയല്ല എന്ന് എനിക്ക് മനസ്സിലായി. നീ നല്ലൊരു അമ്മയുടെ വയറ്റിൽ പറന്നവളല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ ജ്യോതിർമയുടെ കാരണം നോക്കി നിധി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. എൻ്റെ അമ്മയെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ അത് ഞാൻ കേട്ടോണ്ട് നിൽക്കില്ല. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്? ബുദ്ധി ലെവലേശം പോലും ഇല്ലാത്തവരാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടും കൊണ്ട് വസുന്ധര അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര ജ്യോതിർമയെ നിധി അടിക്കുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നോട് റോഡിൽ വെച്ച് നിധി പെരുമാറുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജ്യോതിർമയോടും നിധി പെരുമാറുന്നത്. എന്തായാലും നിധി കളിക്കുന്നത് ജ്യോതിർമയോടാണ്. അവളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും ജ്യോതിർമയി. എന്നിട്ട് നിധി പറയുകയാണ്, പുറത്ത് നല്ല വില കൂടിയ കുപ്പത്തൊട്ടി കിടക്കുന്നുണ്ടല്ലോ, അതിൽ കൊണ്ടുപോയി ഇട്ടേക്ക് ഈ വേസ്റ്റ് എന്ന് പറയാം. എന്നിട്ട് നിധി ജ്യോതിർമയുടെ കൈയും പിടിച്ച് വേസ്റ്റും പിടിച്ച് നേരെ അങ്ങ് കാറിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെ കൂടിയിട്ടുള്ള കുറേ സ്ത്രീകൾ അവരൊക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരും പിന്നാലെ തന്നെ അവരുടെ കൂടെ വരികയാണ്. എന്നിട്ട് നിധി ജ്യോതിർമയുടെ കാർ അങ്ങ് തുറന്ന ശേഷം അതിലേക്ക് വേസ്റ്റ് അങ്ങ് ഇടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി മേലിൽ നിങ്ങൾ ഇത് ആവർത്തിക്കരുത്. റോഡരികിൽ ഒരിക്കലും നിങ്ങൾ കഴിച്ചിട്ടുള്ള വേസ്റ്റ് കളയരുത്. അതിനുള്ള വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി കളയണം. ഇക്കാര്യം നിങ്ങൾ ജീവിതത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിധി ജ്യോതിർമയ്ക്ക് നന്നായിട്ട് ഓരോ കണക്കിന് കൊടുത്ത ശേഷമാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ നിധി സ്കൂട്ടിയും എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ജ്യോതിർമയി ആണെങ്കിലോ നിധിയോട് പകയോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അവരോടൊക്കെ ചോദിക്കുകയാണ്, അത് ആരാണ്, അവളുടെ പേരെന്താണ്, അവൾ ആരുടെ വീട്ടിലത്തെയാണ് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടിയിട്ടുള്ളവരൊക്കെ പറയുകയാണ്, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇവളെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും വസുന്ധര അങ്ങ് പുറത്തേക്ക് വരികയാണ്. എനിക്കറിയാം അവളെ എന്ന് പറയട്ടെ. അപ്പോൾ ജ്യോതിർമയി ചോദിക്കുകയാണ്, എങ്ങനെ അറിയും വസു എന്ന് ചോദിക്കുമ്പോൾ അവൾ ഗൗതമിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞതോടുകൂടി ജ്യോതിർമയി അന്തം വിടുകയാണ്. എന്ത്, നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അവളുള്ളത്, ഗൗതമിൻ്റെ ഭാര്യയാണ്. പക്ഷേ അവൾ കുപ്പത്തൊട്ടിയിൽ നിന്നും വന്നവൾ തന്നെയാണ് എന്ന് പറയണേ. എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ വസു എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഗൗതമിൻ്റെ ഭാര്യയായി അവൾ അവിടേക്ക് വന്നത് എന്നുള്ളത്. അവൾക്ക് ഒരു അർഹതയുമില്ല, പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണ് അവൾ, എന്നിട്ടാണ് അവൾക്ക് ഇത്ര അഹങ്കാരം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ വസുന്ധര എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ജ്യോതിർമയോടും അവിടെ കൂടിയിട്ടുള്ള മറ്റുള്ള സ്ത്രീകളോടും കൂടി ചേർന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ജ്യോതിർമയി പറയുകയാണ്, അവളെ ഞാൻ വെറുതെ വിടില്ല, എൻ്റെ കർണത്തെ അടിച്ചവളെ ഞാൻ തിരിച്ചു അടിച്ചിരിക്കും. അപ്പോൾ വസുന്ധര പറയണേ, ജ്യോതിർമയി നീ ഇത്തവണത്തേക്ക് ക്ഷമിക്ക്, നമുക്ക് അവളുടെ കർണം നോക്കി അടിക്കാനുള്ള ഒരു അവസരം വീണ് കിട്ടും, അതുവരെ നമുക്ക് കാത്തിരിക്കാം. അവളെ എൻ്റെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവളെ എനിക്ക് കണ്ണെടുത്താൽ പോലും കണ്ടൂടാ, അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് അവളോട്. അവൾ എൻ്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതുവരെ നമുക്കും ക്ഷമിക്കാം, നമ്മുടെ കയ്യിൽ തന്നെ അവളെ കിട്ടും. ആ
അന്ന് നമുക്ക് കണക്കിന് കൊടുക്കാമെന്നൊക്കെ ജ്യോതിർമയിയോട് വസുന്ധര പറയുകയാണ്. പിന്നീട് കുറിച്ച് ഗൗതമും ഗോപിനാഥും പാറുവും നിധിയും കൂടി സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ശിവാനിയുടെ കയ്യിൽ നിന്നും പ്രണവിനെ രക്ഷപ്പെടുത്തണം. അതിന് പ്രണവിന് ഇവിടെ നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് പ്രണവിനെ ഇവിടെ നിന്നും പറഞ്ഞയക്കണം. അതിന് നല്ലൊരു അവസരവും കിട്ടിയിട്ടുണ്ട്. ഹൈദരാബാദിലേക്ക് നമുക്ക് പ്രണവിനെ പറഞ്ഞയക്കാം. കമ്പനിയുടെ കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ മതി. അതാവുമ്പോൾ അവൻ അനുസരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് പ്രണവ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഗൗതം വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം വിളിക്കുന്ന ആ സമയത്തൊന്നും പ്രണവ് ഒട്ടും തന്നെ ഗൗതമിനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് പ്രണവ് അവിടെ ഇരുന്നു കൊണ്ട് പറയുകയാണ്, എന്തിനാണ് അച്ഛാ എന്നെ ഏട്ടൻ വിളിച്ചത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഞാനാണ് നിന്നെ വിളിച്ചത്. എൻ്റെ മുഖത്ത് നോക്കി നീ എന്താ സംസാരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഏട്ടൻ്റെ അനിയനായിട്ട് പോലും എന്നെ അടിച്ചില്ലേ, അതുകൊണ്ട് തന്നെ എന്ന് പറയാണ്. ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ അടിച്ചത്. ഇപ്പോൾ അതൊക്കെ വിട്ടേക്ക്. ഞാൻ നിന്നെ വിളിച്ചത് ഇപ്പോൾ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. നീ എത്രയും പെട്ടെന്ന് ഹൈദരാബാദിലേക്കൊന്ന് പോകണം. അവിടെ കമ്പനിയിലെ സ്റ്റാഫുകളൊക്കെ കൂടി അവിടെ സമരം ചെയ്യുകയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നീ തന്നെ അവിടേക്ക് പോകണം എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് പ്രണവ് പറയുന്നുണ്ട്, ഞാൻ പോവില്ല അവിടേക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് വസുന്ധര അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ്, ശിവാനിയിൽ നിന്നും പിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രണവിനെ ഇപ്പോൾ ഹൈദരാബാദിലേക്ക് പറഞ്ഞയക്കുന്നത്. അത് പ്രണവിന് മനസ്സിലായാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ വസുന്ധരയും അവിടേക്ക് വരികയാണ്. അപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, എന്തിനാണ് പ്രണവിനെ ഇപ്പോൾ ഹൈദരാബാദിലേക്ക് പറഞ്ഞയക്കുന്നത്? അവനിപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ അല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തിനാ അവിടേക്ക് പറഞ്ഞയക്കുന്നത്? പിന്നെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി പ്രണവ് പോയാലൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയട്ടോ. അങ്ങനെ വസുന്ധര നെഗറ്റീവ് പറയുകയാണെന്ന് മനസ്സിലാക്കുന്ന ഗൗതമും നിധിയും പാറുവും കൂടി പറയുകയാണ്, അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് പറയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല മേഡം, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തടസ്സം പറയുന്നത്? പ്രണവിനും പോയി കമ്പനിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കടമയുണ്ടല്ലോ. പ്രണവ് അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും പഠിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ, നീ ഇതിൽ ഒന്നും ഇടപെടണ്ട. നിനക്ക് കമ്പനി കാര്യത്തെക്കുറിച്ചൊന്നും അറിയുകയില്ല. അതുകൊണ്ട് നീ ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറയട്ടോ. അപ്പോൾ പാറു പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയല്ലേ വസു പ്രണവിന് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ പഠിയുക, അതിനെന്തിനാ നീ തടസ്സം നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പ്രണവിന് കമ്പനിയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് അവിടേക്കൊന്നും പറഞ്ഞയച്ചാൽ കാര്യങ്ങൾ നടക്കില്ല. ഹൈദരാബാദിലേക്ക് ഒന്നല്ലെങ്കിൽ ഏട്ടൻ പോവണം, അല്ല എന്നുണ്ടെങ്കിൽ ഗൗതം തന്നെ പോവണം എന്ന് പറയട്ടോ. അപ്പോൾ ഗോപിനാഥ് പറയണേ, എനിക്കിപ്പോൾ അവിടേക്ക് പോവാൻ കഴിയില്ല, എനിക്ക് ശരീരത്തിന് തീരെ സുഖമില്ല. അപ്പോൾ പാറു പറയണേ, അത് ശരിയാണ്, ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, എനിക്കും അവിടേക്ക് ഇപ്പോൾ പോവാൻ കഴിയില്ല, എനിക്ക് അടുപ്പിച്ച് കുറച്ച് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോവാത്തത്. അതുകൊണ്ട് പ്രണവ് നീ പോയേ മതിയാവൂ എന്ന് പറയട്ടോ. അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ ഇപ്പോഴെങ്കിലും ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. ശിവാനിയിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കളിക്കുന്നത് എന്നൊക്കെ ഇവന് മനസ്സിലായാൽ മതിയായിരുന്നു എന്നൊക്കെ വസുന്ധര മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി പ്രണവിനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ അവസാനം മനസ്സില്ലാ മനസ്സോടെ പ്രണവ് പറയുകയാണ്, ആ ശരി, ഞാൻ പൊയ്ക്കോളാം, ഹൈദരാബാദിലേക്ക് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയണം. അങ്ങനെ ഗൗതം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് പ്രണവ് പറയുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ടാണ് ഏട്ടൻ ടിക്കറ്റ് എടുത്തത്? എൻ്റെ അനുവാദമില്ലാതെ എന്തിനാണ് ടിക്കറ്റ് എടുത്തത് എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കയറാനൊക്കെ പ്രണവ് ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് തന്നെ ഹൈദരാബാദിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ശിവാനിയെയും പ്രണവിനെയും ഒരു കരക്കടുപ്പിച്ചതായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും അവർ തമ്മിൽ അകന്നു നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പ്രണവിൻ്റെ മനസ്സിൽ നിന്നും ശിവാനി അകന്നു പോവുമല്ലോ എന്നുള്ള പേടിയോടുകൂടി മനസ്സിൽ ഓരോന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ പ്രണവ് താഴേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പാറു സ്നേഹത്തോട് കൂടിയിട്ട് കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കിയത് കൊടുക്കുകയാണ്. ആ സമയത്ത് മനസ്സില്ലാ മനസ്സോടെയാണ് പ്രണവ് അതൊക്കെ വാങ്ങിയിട്ട് പോകുന്നത്. എന്നിട്ട് കാറിലേക്ക് കയറിയിട്ട് പോവുകയാണ് കേട്ടോ. ആ സമയത്തൊക്കെ അധികം മൈൻഡ് ഇല്ലാതെയാണ് പ്രണവ് ഗൗതമിനോടും പാറുവിനോടും വസുന്ധരയോടൊക്കെ യാത്ര പറയുന്നത്. അവസാനം കാറിലേക്ക് കയറുന്ന ആ സമയത്താണ് ഗൗതമിനോടും നിധിയോടും യാത്ര പറയുന്നത് കേട്ടോ. അങ്ങനെ കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസമാവുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രണവ് തിരിച്ചു വരുന്നതിൻ്റെ മുന്നേ നമുക്ക് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ട്, നല്ലൊരു സ്വഭാവമുള്ള കുട്ടിയെ കണ്ടെത്തിയിട്ട് പ്രണവിൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ അവർ തീരുമാനിക്കുകയാണ്. ഈ സമയം പ്രണവിനാണെങ്കിലോ ശിവാനിയുമൊത്തുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. ശിവാനി ഓടി വന്ന് പ്രണവിനെ ഉമ്മ വെച്ചതും പിന്നീട് അവർ ഹോട്ടലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രണയം പറഞ്ഞതിനെ കുറിച്ചും പിന്നീട് ഒരാഴ്ച
ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് വെള്ളിയാഴ്ച ദിവസം വിവാഹം നടത്തണം എന്ന് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ പ്രണവിന് ഹൈദരാബാദിലേക്ക് പോവാൻ ഒട്ടും തന്നെ മനസ്സ് വരുന്നില്ല കേട്ടോ. എന്നിട്ട് പ്രണവ് കാറ് നിർത്തിയിട്ട് അതിൽ ഡ്രൈവറോട് പറയുകയാണ്, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ തന്നെ ഇവിടെ നിന്നും പോയിക്കൊണ്ട് എയർപോർട്ടിലേക്ക് എന്ന് പറയാണ്. അങ്ങനെ പ്രണവ് കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനെന്താ കൊച്ചുകുട്ടിയല്ലേ, ഇവർ പറയുന്ന ഒരു കള്ളക്കഥ കേട്ട് ഞാൻ നേരെ ഹൈദരാബാദിലേക്ക് പോവാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം ശിവാനിയെ എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും കൂടി എന്നെ ഹൈദരാബാദിലേക്ക് പറഞ്ഞയക്കുന്നത്. ഞാനെന്താ പൊട്ടനൊന്നുമല്ലല്ലോ, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, എനിക്കിത് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുമുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് പ്രണവ് നേരെ ശിവാനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്.